സജ്ജനങ്ങളെ, നിങ്ങൾക്കേവർക്കും ഇന്നർലൈറ്റ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചോറിന് മുട്ടുവരികയില്ല എന്നൊരു ചൊല്ലുണ്ട്. ഇതിന് കാരണം ഏത് പ്രതികൂല അവസ്ഥയെയും ക്ഷമയോടെ നിരീക്ഷിച്ച് പ്രശ്നപരിഹാരം കണ്ടെത്തി ആ പ്രതിബന്ധത്തിനെ മറികടക്കാനുള്ള അസാമാന്യ സാമർഥ്യം ഈ നക്ഷത്രക്കാർക്കുള്ളതുകൊണ്ടാണ്. നെല്ലും പതിരും വേർതിരിച്ചറിയാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും. തുലാം രാശിക്കാരായതുകൊണ്ട് തന്നെ തുലാം രാശിയുടെ ചിഹ്നമായ ത്രാസിനെ പോലെ ന്യായങ്ങളെ സൂക്ഷ്മമായി തൂക്കി നോക്കി വിധി കൽപ്പിക്കാൻ കഴിയുന്നവരായിരിക്കും ഇവർ. പുരാണ വൈദിക ഗ്രന്ഥങ്ങളിൽ ചോതി നക്ഷത്രം സംഗീതത്തിന്റെയും പഠനത്തിന്റെയും അറിവിന്റെയും ദേവതയായ സരസ്വതി ദേവിയുടെ വാസസ്ഥലമായി കണക്കാക്കപ്പെടുന്നു. ജീവിതത്തിൽ സുഖഭോഗങ്ങളും ഐശ്വര്യങ്ങളും അനുഭവിക്കാൻ യോഗം നൽകുന്നതാണ് ഈ നക്ഷത്രം. ശുക്രന്റെ രാശിയിലായതുകൊണ്ട് തന്നെ സംഗീത നൃത്ത കലകളിൽ ഇവർക്ക് വലിയ താല്പര്യമുണ്ടായിരിക്കും. എന്ന് മാത്രമല്ല, ഇവർ വലിയ കലാകാരന്മാരായി തീരാനുമുള്ള സാധ്യതയുമുണ്ട്. ഇതോടൊപ്പം കലയെ നല്ലപോലെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. കലാഭംഗിയുള്ള അപൂർവ വസ്തുക്കൾ ശേഖരിക്കാനും ഇവർക്ക് താല്പര്യമുണ്ടാകും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിലെ പ്രധാന കാലഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ നക്ഷത്രക്കാർക്ക് 20 വയസ്സുവരെ ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമാണ്. ഈ കാലഘട്ടങ്ങളിൽ മൃഗങ്ങൾ മൂലമുള്ള അപകടങ്ങൾ, വിഷജന്തുക്കൾ മൂലമുള്ള ആപത്തുകൾ, വസൂരി, ചിക്കൻ ബോക്സ് പോലുള്ള പകർച്ചവ്യാധികൾ എന്നിവയെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. 35 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള കാലഘട്ടം ഇവരുടെ ജീവിതത്തിൽ എല്ലാവിധ പുരോഗതികളും അഭിവൃദ്ധികളും സന്തോഷവും നൽകുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിൽ, ധനസമ്പാദനം, സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ എന്നിവയ്ക്കെല്ലാം അനുകൂലമായ ഒരു കാലഘട്ടമാണിത്. 60 വയസ്സ് വരെയുള്ള സമയം സാമാന്യം ഭേദമാണെങ്കിലും അപകടങ്ങളെ സൂക്ഷിക്കേണ്ടതാണ്. 68 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ വാതപിത്ത കഫങ്ങൾ മൂലം രോഗദുരിതങ്ങളും ക്ലേശങ്ങളും ഉണ്ടായേക്കാം. 68 ശേഷം സാമാന്യം സ്വസ്ഥവും ശാന്തവുമായ ജീവിതമായിരിക്കും ചോതി നക്ഷത്രക്കാരുടേത്. ഈ നക്ഷത്ര ജാതർ പൊതുവെ ശാന്തശീലരാണ്. എന്നാൽ കുറച്ച് നിർബന്ധ ബുദ്ധിശീലവുമുണ്ട്. തങ്ങളുടെ പ്രവൃത്തികളെയും ശീലങ്ങളെയും മറ്റാരും എതിർക്കുന്നത് ഇവർക്കിഷ്ടമല്ല. എതിർത്താൽ ഇവർ പെട്ടെന്ന് ക്ഷോഭിക്കുകയും നിയന്ത്രണം വിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുകയും ചെയ്യും. ഇങ്ങനെ ഉണ്ടാവുന്ന ദോഷങ്ങളിൽ പിന്നീട് പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന കൂട്ടരാണിവർ. തനിക്ക് പ്രീതി തോന്നുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ കാര്യലാഭമൊന്നുമില്ലെങ്കിലും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ എടുത്തു ചാടുകയും പിന്നീട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നത് ഇവരുടെ ഒരു സ്വഭാവ സവിശേഷതയാണ്. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അഭിമാനബോധം പ്രകടിപ്പിക്കുന്ന ഇവർ അനാവശ്യമായി ആരെയും ബഹുമാനിക്കില്ല. അതുകൊണ്ട് തന്നെ ശത്രുക്കളെ സൃഷ്ടിക്കുകയും അവരുടെ ആരോപണങ്ങൾക്ക് പാത്രീഭവിക്കുകയും ചെയ്യും. നിയന്ത്രണം പാലിക്കേണ്ട സന്ദർഭങ്ങളിൽ നിയന്ത്രണം വിട്ടുപോകുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പോരായ്മ. സ്ത്രീകളോട് ഇവർ വലിയ പ്രതിപത്തി കാണിക്കുമെങ്കിലും ഇവരുടെ ദാമ്പത്യ ജീവിതം സാധാരണയായി തൃപ്തികരമായി കാണാറില്ല. ഇതിന് മിക്കപ്പോഴും കാരണമാകുന്നത് ഇവർ സ്വന്തം കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇടപെടുന്നതോ മറ്റുള്ളവർ നിയന്ത്രിക്കുന്നതോ തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ചോതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പൊതുവായ അനുഭവങ്ങൾക്ക് പുറമെ ചില പ്രത്യേക ബലങ്ങളും ഉണ്ടാകും. പൊതുവെ നന്മയും സ്വഭാവ ഗുണവും ഉള്ളവരാണ് ഈ നക്ഷത്രക്കാരികൾ. സത്യസന്ധത പുലർത്തുന്ന ഇവർ സന്താന സൗഖ്യം അനുഭവിക്കുന്നവരും ഗൃഹം, ഉദ്യോഗം എന്നിവയിലെ എല്ലാ കാര്യങ്ങളിലും ശോഭിക്കുന്നവരുമാണ്. പൊതുവെ മന്ദമായി നടക്കുന്നവരാണ് ചോതി നക്ഷത്രത്തിലെ സ്ത്രീകൾ എന്ന് പറയാറുണ്ട്. ജീവിത വിജയത്തിനായി ചോതി നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളും പരിഹാരങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ നക്ഷത്രക്കാർ രാഹു ദശയിലാണ് ജനിക്കുന്നത്. അതിനാൽ രാഹു ദശാനാഥനാണ്. ഇവർ സർപ്പക്കാവുകളിൽ ദർശനം നടത്തുന്നതും രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ഗുണദായകമാണ്. കൂടാതെ ചോതി നക്ഷത്രക്കാർ സർപ്പക്കാവുകളിൽ നീർമരുത് എന്ന വൃക്ഷം വെച്ച് പിടിപ്പിക്കുന്നത് പുണ്യഫലങ്ങൾ നൽകുമെന്ന് പറയപ്പെടുന്നു. ശനി, കേതു, ആദിത്യൻ എന്നീ ദശകൾ ദോഷപ്രദമായതിനാൽ അതാത് കാലങ്ങളിൽ യഥാവിധി പരിഹാരക്രിയകൾ ചെയ്യേണ്ടതാണ്. വെള്ളിയാഴ്ചയും ചോതി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം ശുക്രപ്രീതി, മഹാലക്ഷ്മി പ്രീതി എന്നിവ ചെയ്യുന്നത് ഭാഗ്യവർദ്ധനവിന് ഉത്തമമാണ്. ചോതി നക്ഷത്രക്കാർ സവിശേഷ പ്രാധാന്യത്തോടുകൂടി സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പാമ്പുമേക്കാവ് നാഗരാജ ക്ഷേത്രം. തൃശൂർ ജില്ലയിലുള്ള ഈ ക്ഷേത്രം ഏത് രീതിയിലുള്ള സർപ്പദോഷവും മാറ്റുന്ന ഇടം എന്ന് പ്രശസ്തിയാർജിച്ചതാണ്.
നാഗരാജാവായ വാസുകി പ്രത്യക്ഷപ്പെട്ട വൃശ്ചികം 1 ഇവിടുത്തെ ഏറ്റവും വിശേഷ ദിവസം. പുള്ളുവൻ പാട്ടിന് പകരം സർപ്പപ്പാട്ടാണ് ഇവിടെ നടത്തിവരുന്നത്. ചോതി നക്ഷത്രക്കാർ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഗുരുപരമ്പര 18 സിദ്ധന്മാരിലെ ശ്രീ പുലിപ്പാണി സിദ്ധരെയാണ്. പഴനി ക്ഷേത്രത്തിലെ നവപാഷാണ പ്രതിഷ്ഠ നടത്തിയ ശ്രീ ഭോഗനാഥ സിദ്ധരുടെ പ്രധാന ശിഷ്യനായിരുന്ന പുലിപ്പാണി സിദ്ധരുടെ ജീവസമാധി പഴനിക്കടുത്ത് വൈകാവൂർ എന്ന സ്ഥലത്താണ്. നന്ദി, നമസ്കാരം.